ഹായ് അപ്പം ഇന്ന് അപ്പം നമ്മൾ ഇന്ന് വീണ്ടും വർക്കൗട്ടിന് പോകാൻ ഇറങ്ങി. സോ നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ 4 ദിവസം വർക്കൗട്ടും 3 ദിവസം റണ്ണിങ്ങുമാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഗോളും കൂടെ വെച്ചാലോ എന്നുണ്ട് ഇങ്ങനെ. അതായത് രാവിലെ എണീച്ചിട്ട് എന്തായാലും നമുക്ക് ജിമ്മുള്ള ദിവസം നമുക്ക് ഓടാൻ പോകാൻ കഴിയില്ല, കാരണം എന്താ വെച്ചാൽ റെസ്റ്റ് മെയിനായിട്ട് വേണമല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയാലോ എന്നില്ലേ ഒരു പ്ലാൻ ഉണ്ട്. സോ നമുക്കതും കൂടെ ഒന്ന് നോക്കാം. പിന്നെ എനിക്ക് മെയിനായിട്ടൊരു പുള്ളപ്പ് ബാറും ഒരു കാലിസ്തെനിക്സിൻ്റെ ഒന്ന് പഠിക്കാനുള്ള പ്ലാനും ഉണ്ട്, അതും നമുക്ക് നോക്കേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് നേരെ ഇനി ജിമ്മിലേക്ക് ഇറങ്ങാം. സോ ഇപ്പോൾ ഏകദേശമല്ല കറക്റ്റ് 4 മണിയായി. സോ നമുക്ക് നേരെ ജിമ്മിലെത്തിയിട്ട് ഇന്നത്തെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ അങ്ങനെ ജിമ്മിലെത്തിയിട്ടുണ്ട്. സോ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം നേരെ കയറിയിട്ട്. സോ നമുക്ക് കറക്റ്റ് 4:07 നമ്മൾ ജിമ്മിലെത്തി. ഓക്കെ, നമ്മൾ ഷൂ ഇട വെക്കൽ അറിയാലോ, ഇപ്പം മഴയുണ്ട് തന്നെ. സോ നമുക്ക് വേഗം ഷൂ എടുത്തിട്ട് വാമ്പ് സ്റ്റാർട്ട് ചെയ്ത് നേരെ വർക്കൗട്ടിലേക്ക് കിടക്കാം. ഞാൻ ഷൂ ഇടാനുള്ള മടി കാരണം ലേസ് ഇങ്ങനെ കെട്ടി വെച്ച് ഇങ്ങനെ ഇട്ട് വയ്യ. അതാകുമ്പോൾ നമുക്ക് വേഗം ഇങ്ങനെ ഇട്ട പരിപാടിയായിരുന്നു. ടൈറ്റായി നിൽക്കുക വെച്ചാൽ അത്യാവശ്യം നല്ല ടൈറ്റായി നിൽക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വാമ്പ് ചെയ്യാം. സോ നമ്മൾ ടവലും വാട്ടർ ബോട്ടിലും ഡെയിലി എടുക്കുക ജിമ്മിൽ വരുമ്പോൾ. ഓക്കെ, സോ നമുക്ക് വാമ്പ് തുടങ്ങാം. ഇത് ഇവിടെ തന്നെ നിൽക്കട്ടെ. നമ്മളെ പുഷപ്പ് കൗണ്ട് 15-20 പോയത്. നമുക്കതിൽ കൂടുതലെന്ന് പോകാൻ നോക്കാം ജസ്റ്റ്. ഓക്കെ, ആയിട്ടില്ല 90 പുഷപ്പ് 20 കൊണ്ടെടുത്ത് 90 പോയിട്ടുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ പുഷപ്പ് ചെയ്യണം ഡെയിലി. ഒരു നമുക്ക് പുള്ളപ്പ് ട്രൈ ചെയ്ത് നോക്കാം. പുള്ളപ്പ് ഏകദേശം എനിക്കൊന്നൊരു 5 മിനിറ്റ് പോകില്ല, കാരണം വെച്ചാൽ പുഷപ്പ് എടുക്കുന്നതിനെക്കാട്ടും കുറവായിരുന്നു പുള്ളപ്പ് എടുക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വെയിറ്റ് ഇട്ടിട്ട് പുള്ളപ്പ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ മെഷീനിലാണ് ഇന്ന് പുള്ളപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എത്ര പോകുമെന്നറിയില്ല, നോക്കാം. ഓക്കെ ഓക്കെ, അല്ല വേണ്ട, വൈഡ് പിടിക്കണ്ട, ഇവിടെ പിടിക്കാം, ധരിക്കത്തുന്ന. അത്രേ പോകുള്ളൂ, ഇതിൽ കൂടുതൽ പോകില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെടുത്തിട്ട് കുറേയെന്ന് വെച്ചാൽ കുറേയായി. നമുക്ക് ആൾക്കാർ വരുന്നതിന് മുമ്പേ കൂടുതൽ വർക്കൗട്ട് ചോദിക്കാം എന്നിട്ട് ചെയ്യാൻ തുടങ്ങുക. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ വന്നാൽ നമുക്ക് വീഡിയോ എടുക്കൽ നടക്കില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. സോ അവിടെ വാട്ടർ ബോട്ടിലും തോർത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഡംബൽസിൻ്റെ ഏരിയ. ഓക്കെ, സോ ഞാൻ ഇതുവരെ വൈഡ് വ്യൂ കാണിച്ചിട്ട് ജിമ്മിൻ്റെ ഇതാണ് വൈഡ് വ്യൂ. ഓക്കെ, അത്യാവശ്യം എല്ലാ മെഷീനും ഇവിടെ ഉണ്ട്. നമ്മുടെ വർക്കൗട്ട് ചെറുതായി മാറ്റി ഇപ്പം നമ്മൾ ലെഗാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ലെഗിൽ ആദ്യം സ്ക്വാട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇതെടുത്തിട്ട് വരാം, വെയിറ്റ് എടുത്തിട്ട് വരാം. സോ നമ്മൾ 10 കിലോയാണ് ഫസ്റ്റ് ഇടാൻ വന്നിട്ട്. അത് കുറേ കാലത്തിന് ശേഷമാണ് ചെയ്യുന്നത്. എല്ലാം കറക്റ്റാക്കി വെക്കുക. അത് തന്നെ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഇത് മുന്നോട്ടാക്കിയതിന് ശേഷം കാലൊക്കെ കറക്റ്റാണ് നോക്കുക. തല നേരെ വെക്കുക, നല്ലിരിക്കാം. 2 7 2 3 4 5 6 7 8
12 റെപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സെറ്റ് കഴിക്കണം. ഇപ്പോൾ തന്നെ നല്ല ആളെത്തി തളരുന്നുണ്ട്. ഇവിടെ പുഷ് പുള്ളിലേക്കാണ് കളിക്കുന്നില്ല, കാര്യം എനിക്ക് മറന്നുപോയി. അതുകൊണ്ട് തന്നെ നമ്മളതിനിടയ്ക്ക് ചെറുതായി ലെഗ് മാപ്പ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് ലെഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇനി 4 സെറ്റ് തീർക്കണം. 3 സെറ്റല്ല. ഫസ്റ്റ് എപ്പോഴും നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 4 സെറ്റ് അടിക്കുക. പിന്നെ രണ്ടാമത് വരുന്ന വർക്കൗട്ട് 3 സെറ്റ്. ഓക്കെ. സോ ഇതെന്തായാലും നമുക്ക് തീർക്കണം. നല്ല ടൈം എടുത്ത് തീർക്കണം. 2 മിനിറ്റാണ് നമുക്ക് വർക്കൗട്ടിൻ്റെ അടുക്കില്ല റെസ്റ്റിങ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ. ഞാൻ എല്ലാ വർക്കൗട്ടിൻ്റെയും ഒരു സെറ്റ് അടിക്കുന്നത് കാണിച്ചു തരുന്നില്ല നിങ്ങൾക്ക്. കാരണം വെച്ചാൽ 4 സെറ്റ് അടിക്കുന്നത് കാണിച്ചു തന്നാൽ, ഓരോ വർക്കൗട്ടിൽ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നല്ല ലെങ്ത് ആവും വീഡിയോന്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ മര്യാദക്ക് വർക്കൗട്ട് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ഒരു റെപ്പ്, അതായത് ഒരു സെറ്റ് അടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. 4 സെറ്റും കാണിച്ചു തരുന്നില്ല, എല്ലാ ഓരോ വർക്കൗട്ടും. ഓക്കെ. നമുക്കെന്തായാലും അടുത്ത വർക്കൗട്ട് ചെയ്യാൻ സമയമായി. നെക്സ്റ്റ് വർക്കൗട്ട് ലെഗ് പ്രസ്സാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്ര വെയിറ്റ് വേണ്ട, നമുക്ക് വെയിറ്റ് വരാം. അതായത് നമ്മൾ 10 വെച്ചേ ലോഡ് ചെയ്യുന്നുള്ളൂ. കുറേ ലെഗ് പ്രസ് ചെയ്തിട്ടപ്പം 25 ഇട്ടിട്ടില്ലേ, നോക്കാം പൊക്കാനാവും. കാലെല്ലാം ചെറുങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. കുറേ നാൾ കൂടിയിട്ട് ലെഗ് വർക്കൗട്ട് ചെയ്യുന്നുണ്ടല്ലോ, മെഷീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല കഥപ്പച്ച, നല്ല കഥപ്പ തീരുന്നു. അപ്പം ഞാൻ വാമ്പേരിയോട് തിരിച്ചെത്തി. കഥപ്പ് എന്ന് വെച്ചാൽ നല്ല കഥപ്പ്. കാരണം വെച്ചാൽ കുറേ ഒന്ന് ലെഗ് വർക്കൗട്ട് ചെയ്തിട്ട്, അല്ല കുറേ മര്യാദക്ക് വർക്കൗട്ട് ചെയ്തിട്ട് പിന്നെ ലെഗ് വർക്കൗട്ടാണ് മെയിൻ. പിന്നെന്ന് വെച്ചാൽ എനിക്ക് ഇനി അടുത്ത കളി, അതായത് ലെഗ് പ്രസ് കഴിഞ്ഞു, ഇനി അടുത്ത കളി എന്ന് വെച്ചാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ലെഗിൻ്റെ കളിയാണ്. അതായത് വാക്കിൽ ലഞ്ചസ്. എനിക്ക് മാത്രമായിരിക്കില്ല, കുറേ ആൾക്കാർക്ക് ഇത് തീരെ ഇഷ്ടം ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ലെഗ് കളിക്കുമ്പം ഞാൻ തുടക്കം മുതൽ ലെഗ് കളിക്കുന്ന സമയത്ത് വെച്ചാൽ വോമിറ്റിങ് ടെൻഡൻസി വന്നുകൊണ്ടിരിക്കും. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. ഞാൻ എപ്പോഴും ഫുഡ് എടുക്കാന്ന് വെച്ചാൽ 1 മണിക്കൂർ മുമ്പെയാണ്. അപ്പം 1 മണിക്കൂർ മുമ്പേ ഫുഡ് എടുത്ത് നോക്കി. പക്ഷെ എങ്ങനെയായാലും ലെഗ് കളിക്കുമ്പോൾ വോമിറ്റിങ് ടെൻഡൻസി വരും. പിന്നെ ഭയങ്കരമായിട്ട് ഷിവറിങ് പോലെ അങ്ങനത്തെ എന്തെങ്കിലും തോന്നും. അതാണ് ഈ ലെഗ്. അത് മറ്റുള്ള വർക്കൗട്ടിനെ പോലെ നമുക്ക് ലെഗ് അധികം ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് അറിയില്ല. ഞങ്ങൾക്ക് തുടക്കം മുതലേ അങ്ങനെ തന്നെയാണ്. ലെഗ് ഒരുമാതിരി ബാക്കി ലെഗ്സും, അതായത് ചില വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ലെഗ് പോവാത്ത പോലെ, അതായത് വെയിറ്റ് പോവാത്ത പോലെ, അതുപോലെ ഒരു മടുപ്പ് തോന്നിക്കില്ലേ, അങ്ങനത്തെ കളിയാണ് ലെഗ് കളിക്കും. പക്ഷെ നമ്മൾ എന്തായാലും ലെഗ് ട്രെയിൻ ചെയ്യണം. കാരണം വെച്ചാൽ ലെഗ് എല്ലാവരും മുക്കുന്ന ഒരു വർക്കൗട്ടാണ്. അധികം ആൾക്കാർ ലെഗ് സ്കിപ്പ് ചെയ്യും. പക്ഷേ ഞാനിതുവരെ ലെഗ് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ലെഗിനെക്കാട്ടും സ്കിപ്പ് ചെയ്യുന്ന വർക്കൗട്ട് എന്ന് വെച്ചാൽ ആബ്സ് വർക്കൗട്ടാണ്. ആബ്സ് വർക്കൗട്ട് ഞാൻ മുക്കലെന്ന് വെച്ചാൽ അങ്ങനെ മുക്കല. പക്ഷേ ഇനി ആബ്സ് തുടങ്ങണം. ആബ്സ് തുടങ്ങാത്തതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വയറ് കൂടിയിട്ടുണ്ട്. പക്ഷെ നല്ല വയറ് കൂടി. സോ നമുക്ക് എന്തായാലും കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് വാക്കിംഗ് ലഞ്ചസ് തുടങ്ങാം. ഓക്കെ, ചെറിയ പേര് തുടങ്ങാം, അതായിരിക്കും നല്ല. കാരണം വെച്ചാൽ വോമിറ്റിങ് ടെൻഡൻസി നല്ല രീതിക്ക് കൂടും. അല്ലെങ്കിൽ ഇപ്പം തന്നെ ചെറുങ്ങനെ ഉണ്ട്, ഇനി നല്ല രീതിക്ക് കൂടാണ്ട് നോക്കണം. ഓക്കെ, ഇനി തുടങ്ങാം എന്തായാലും. വാക്കിംഗ് ലഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഡംബിൾ എടുത്തിട്ടുണ്ട്. 7.5 എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എനിക്ക് ഈ കളി തീരെ ഇഷ്ടമല്ല. ഓക്കെ,
Three. തീരെയാണല്ല, ചാവുന്നുണ്ട് കളിക്കാൻ. ചാവുന്ന വെച്ചാ ഒട്ടും ചെയ്യാൻ പറ്റത്തില്ല. വയറ് നല്ലോണം കൂടിയോണ്ട് തന്നെ നടക്കുന്നില്ല. റെസ്റ്റ് കൂടുതൽ എടുക്കേണ്ടി വരും. 2 മാസം വർക്കൗട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണം വരുന്ന കഥപ്പ്. അതുപോലെ തന്നെ നല്ല റെസ്റ്റ് എടുക്കേണ്ടി വരും വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക്. 2 മാസം വർക്കൗട്ട് ചെയ്യാണ്ടെന്ന് ഇങ്ങനെയാണെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. എങ്ങനെ വർക്കൗട്ട് ചെയ്യാണ്ട് നിൽക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം വെച്ചാൽ അത്രയും ടയർഡാച്ചാൽ അത്രയും ടയർഡാക്കി. ലെഗ് പ്രത്യേകിച്ച്. ഓക്കെ, സോ നമ്മൾ ആ ഒരു വാക്കിൽ ഒന്ന് കഴിഞ്ഞല്ലോ, അപ്പോൾ തന്നെ ഫുള്ളായിട്ട് ടയർഡായി. കഴിഞ്ഞില്ല. നമുക്ക് പതിയെ റെസ്റ്റ് എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്തായാലും ഉള്ളിൽ നിന്ന് വരും. ഓക്കെ, അതായത് വോമിറ്റ് ചെയ്യും. നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ. അപ്പോൾ ഇതിലോ ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് കാഫ് റൈസസ്. അപ്പം അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഷൂ വെക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഷൂ വെച്ചാൽ അതിൻ്റെ കറക്റ്റ് ഫോം കിട്ടുള്ളൂ. നല്ല താത്ത. സ്റ്റാഫ് നല്ല അറിയുന്നുണ്ട്. പക്ഷെ നല്ല രീതിക്ക് എടുക്കുന്നുണ്ട് വെച്ചാൽ നല്ല രീതിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കുടിക്കും. വർക്കൗട്ട് ഇന്ന് ഫുള്ള് കഴിഞ്ഞു. ഇനി ലെഗ് സ്ട്രെച്ച് ചെയ്യണം. സ്ട്രെച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, സോ അപ്പോൾ എന്തായാലും നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങാം. കാരണമെന്ന് വെച്ചാൽ ഇന്നത്തെ വർക്കൗട്ട് വെച്ചാൽ ഭയങ്കര ടയർഡ്. അതായത് നോക്കാൻ ചെയ്യാൻ പറ്റുന്നില്ല, അത്രക്കും ടയർഡായെന്ന് വെച്ചാൽ അത്രക്കും ടയർഡായി. അതായത് അതുപോലെ തന്നെ കുറേ ആയി വർക്കൗട്ട് ചെയ്തിട്ടും അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഷൂ രണ്ടും അഴിച്ചേക്കാം. സ്ട്രെച്ചും കൂടെ നമുക്ക് ശരിക്കും ഒരാൾ വേണം സ്ട്രെച്ച് ചെയ്താൽ. പക്ഷേ
വർക്കൗട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. നല്ല ടയർഡാണെന്ന് വെച്ചാൽ നല്ല ടയർഡായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ലെഗ് വർക്കൗട്ട് ചെയ്ത് കുറേ എന്ന് വെച്ചാൽ അത്രയും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2 മാസം ഞാൻ വർക്കൗട്ട് നിർത്തിയായിരുന്നു. അപ്പം ലെഗ് എന്ന് പറഞ്ഞ സാധനം തുടലില്ലായിരുന്നു. സോ എനിക്ക് ലെഗ് വർക്കൗട്ടിൽ ഏറ്റവും പാടില്ല സംഭവം എന്ന് വെച്ചാൽ വാക്കിംഗ് ലഞ്ചസ്. ഇതുപോലെ ഞാൻ ലെഗ് വർക്കൗട്ടിൽ ഹെയ്റ്റ് ചെയ്യുന്നൊരു സാധനം വേറെ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് പാടാണ്, അതുകൊണ്ടുള്ള മടിയാണ്. പിന്നെ ഞാൻ ചിലവർ ലെഗ്ഗായിരിക്കും സ്കിപ്പ് ചെയ്യാൻ നോക്കുക. ഞാൻ ലെഗ് അധികം സ്കിപ്പ് ചെയ്യാറില്ല. പക്ഷേ എനിക്കുള്ള ചെയ്യാൻ മടിയുള്ള ഒരേ ഒരു വർക്കൗട്ട് എന്ന് വെച്ചാൽ ഇതാണ്, വാക്കിംഗ് ലഞ്ചസ് ആണ്. ഞാൻ ആപ്സ് നല്ല വൃത്തി സ്കിപ്പ് ചെയ്യുന്ന ആളാണ്. സോ എൻ്റെ ബോഡിയിൽ അതുകൊണ്ട് നല്ല വൃത്തിക്ക് വയറ്റിൻ്റെ അടുത്തെല്ലാം ഫാറ്റ് നല്ല രീതിക്കുണ്ട്. അപ്പോൾ അതെന്തായാലും കുറക്കണം, ആപ്സ് വർക്കൗട്ട് തുടങ്ങണം. സോ എനിക്ക് ഈ ആപ്സ് ലെഗ് ഇതൊക്കെ കളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാൻ തോന്നും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സോ ഞാൻ പ്രോപ്പറായിട്ട് 1 മണിക്കൂർ മുമ്പേ ഫുഡൊക്കെ കഴിച്ച് പോകുന്നതാണ്. പക്ഷേ എങ്ങനെ ഇത് മാറ്റാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പം ഇനിയും കൂടുതലും പ്രോട്ടീനും കാര്യങ്ങളും എടുക്കണം, അളന്ന് മുറിച്ചെടുക്കേണ്ടി വരും. സോ എനിക്കതൊന്നും അറിയില്ല. ഇനി അതെല്ലാം നമുക്ക് പഠിച്ചിട്ട് എടുക്കേണ്ടി വരും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാനിപ്പോൾ പുതിയ ജിമ്മിലായതുകൊണ്ട് തന്നെ എനിക്കധികം ഫ്രണ്ട്സില്ല. ആകെ ട്രെയിന് മാത്രമേ നല്ല കമ്പനി ആയിട്ടുള്ളൂ. അപ്പം ഞാൻ ചിരിക്കാത്തതിൻ്റെ ഒരേ ഒരു കാരണം, ചിരിച്ച് വർക്കൗട്ട് ചെയ്യാൻ, അതായത് ഞാൻ ഭയങ്കര സീരിയസ് ആകും വർക്കൗട്ട് ചെയ്യുന്നതിനടുത്തും. പിന്നെ ചില ടൈമൊക്കെ ഭയങ്കര സീരിയസ് ആകും. കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെ ചിന്തയിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം എൻ്റെ പഴയ ജിമ്മിലാകുമ്പം കാർത്തിക് ഉണ്ടായിരുന്നു, അനന്തും ഉണ്ടായിരുന്നു. പക്ഷെ അവന്മാരെ ഉണ്ടായിരുന്നു നിർത്തി. ഇപ്പം അനന്തുവിന് അസുഖമായിട്ട്, കാർത്തികിന് പിന്നെ അവൻ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തിരക്കും കാര്യങ്ങളായതുകൊണ്ട് അവൻ നിർത്തി. വൈകാതെ അവന്മാർ തുടങ്ങുന്നതാണ് തോന്നുന്നത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. സോ ഗൈസ്, അപ്പം ഇന്ന് നല്ല ഉറക്കമായിരിക്കും. ഇന്ന് പെർഫെക്റ്റ് ആയിരിക്കും എൻ്റെ ഉറക്കം. കാരണം അത്രയും ടയേർഡായിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ഫുഡ് കഴിക്കണം. ഇപ്പോൾ സമയം ഏകദേശം 6:30 ഞാൻ 6 മണിക്ക് തിരിച്ചെത്തി. ഓക്കെ, സോ ലേറ്റായത് ഒരേ ഒരു കാരണം എന്ന് വെച്ചാൽ വ്ളോഗ് എടുക്കണം, അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യണം, റെസ്റ്റ് എടുക്കണം, സ്ട്രെച്ചിങ് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല, നമുക്ക് വ്ളോഗ് എടുത്തല്ലേ പറ്റൂ. ഓക്കെ, അപ്പം നമ്മളിതുപോലെ ഇന്നെനിക്ക് ഭയങ്കരമായിട്ട്, അതായത് ഒരു നല്ല ഡേ ആയിരുന്നില്ലത്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് തോന്നും ഈ ഭയങ്കര മോശമാണല്ലോ ഈ ദിവസം ഇതൊക്കെ തോന്നില്ലേ. അതുപോലെ എനിക്കിന്ന് തോന്നിയിരുന്നു. എന്താണെന്നറിയില്ല, കുറേ കാലം കൊണ്ട് ഇങ്ങനത്തെ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തോന്നും നമുക്ക് ഇടയ്ക്ക്. പക്ഷേ എന്നിട്ട് നിർത്താനൊക്കെ തോന്നും. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു തോന്നലിൻ്റെ പുറത്ത് നമ്മൾ തുടങ്ങിയൊരു വലിയൊരു സംഭവം, അതായത് ഈ വ്ളോഗിൽ എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്ത് വലിയൊരു സംഭവമാണ്. അപ്പം നമ്മൾ തുടങ്ങി വലിയൊരു സംഭവം നിർത്തരുത്. ഓക്കെ, പല തോന്നലും വരും, നിർത്താൻ തോന്നും, പറ്റില്ലാന്ന് തോന്നും. സോ നമ്മൾ മടിയനായിക്കൊണ്ട് നിൽക്കാതെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക നമ്മൾ ചെയ്യുന്ന സാധനം. സോ ഒരു നാൾ നമ്മളും എവിടെയെങ്കിലും എത്തും. ഓക്കെ, ആ ഒരു വിശ്വാസം ഉണ്ടായാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വിശ്വാസം ഉണ്ടായാൽ മതി, നമ്മളെവിടെയെങ്കിലും എത്തും. നമ്മൾ ചെയ്യുന്ന കാര്യം എന്തായാലും എവിടെയെങ്കിലും എത്താണ്ട് നിൽക്കില്ല. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മനസ്സിൽ കൊണ്ട് നടക്കുക. നമ്മൾ തന്നെ ബിലീവ് ചെയ്യുക. ഓക്കെ, നല്ല നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുക. സോ എനിക്ക് ഭയങ്കര താല്പര്യം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. എനിക്ക് ഈയിടയിൽ ഭയങ്കര ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ ഇന്നലത്തെ ട്രിപ്പ് പോയാലും ആ കടയിലെ ചേട്ടനോട് കുറച്ച് സംസാരിച്ചു. അതായത് കാര്യങ്ങൾ ചോദിച്ചറിയുക, ഒരു പുതിയ സ്ഥലത്ത് പോയിട്ട് പുതിയ ആളായിട്ട് സംസാരിക്കുക, അതുപോലെ തന്നെ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക. നല്ല ഫ്രണ്ട്സ് കേട്ടോ, അല്ലാണ്ട് കണ്ട ഫ്രണ്ട്സിനൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. ഞാൻ ഇപ്പം സെലക്ട് ചെയ്തിട്ട് മാത്രമേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാറുള്ളൂ. ഞാൻ അധികം എന്നെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഫ്രണ്ട്സായിട്ട് കൂട്ടാറില്ല. അതായത് നമ്മൾ വേണ്ടാണ്ട് ജഡ്ജ് ചെയ്യും, കളിയാക്കുകയും ചെയ്യുന്ന ഒരാളെയും നമ്മൾ ലൈഫിൽ വെക്കരുത്. ഓക്കെ, അത് നമ്മൾ എത്ര വലിയ ഫ്രണ്ടാണെങ്കിലും ശരി. അപ്പം വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്കിപ്പം ഉള്ള ഫ്രണ്ട്സൊക്കെ അടിപൊളിയാണ്. എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ കൂടെയുള്ളവരെ മറന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഓക്കെ, അപ്പം നമ്മുടെ കൂടെയുള്ളവരെ ഹാപ്പിനെസ്, അതായത് നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, അവരുടെ ഹാപ്പിനെസ്സും നമ്മുടെ ഹാപ്പിനെസ്സും നമ്മളെ വലുത്.
പിന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. സോ ബൈ.